കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS പരീക്ഷയ്ക്ക് ആവശ്യമായൊരു പ്രീവൈക്യൂ ആണ്. പുതിയ ചോദ്യപേപ്പറാണ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 117/2025 ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നിസ്സഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഇതാണ് റൗലറ്റ് നിയമം ബന്ധപ്പെടാത്ത പ്രസ്താവന. ബന്ധപ്പെട്ടതാണ് ബാക്കി മൂന്നും. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. വിചാരണ കൂടാതെ തടവിലിടാം. അപ്പോൾ ഇതൊക്കെ റൗലറ്റ് നിയമം ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഇനി പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇനി ക്വിറ്റിൻ്റെ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? അരുണ അസഫ് അലി. ക്വിറ്റിൻ്റെ സമര നായിക എന്ന് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ആരെ? അരുണ അസഫ് അലി. ക്വിറ്റിൻ്റെ സമര നായിക വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ആരെയാണ്? അരുണ അസഫ് അലി. ഇമ്പോർട്ടൻ്റ് ആണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ്, സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്: താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. അത് ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഓപ്ഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓപ്ഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഏഴാമത്തെ: താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 11 ദിവസം. അത് ശരിയാണല്ലോ. ആദ്യ സമ്മേളനം നടന്നത് എന്താണ്? 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നത്. ശരിയാണ്. ഓപ്ഷൻ സി നോക്കിയാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നോ? അല്ല അല്ലേ. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ? ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് ശരിയാണല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇനി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടന. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാം ഭേദഗതി. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആര് നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിലാണ്. ഓപ്ഷൻ ഡി ആണ് പാർലമെന്റിൽ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അടുത്തത്: ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് ഏത്? മൗലിക കടമകൾ എന്ന് പറയുന്നത്. അടുത്തത്: സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠ സ്വാമികൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു 5-6 ക്വസ്റ്റ്യന് ഞാനെടുത്ത ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു മാരത്തോൺ ഉണ്ട്, ഓട്ടപ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. അതിൽ നിന്ന് 5-6 ചോദ്യങ്ങൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ചരിത്രം മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. അടുത്തത്: സമപന്തി ഭോജനം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത്: താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. അടുത്തത്: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളിയാണ്. അടുത്തത്: മനന്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ എന്ന് പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ വൈക്കം സത്യാഗ്രഹം ആരാണ് നടത്തിയത്? മനന്ത് പത്മനാഭൻ. സവർണജാഥ വൈക്കം സത്യാഗ്രഹം ആരാണ്? മനന്ത് പത്മനാഭൻ.
15 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. എവിടെയാണ്? ആലുവയിലാണ് ഗുരു സർവമത സമ്മേളനം നടത്തിയത്. ആലുവ. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഓപ്ഷൻ ബി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എന്ത്? ബന്ധു ക്ലിനിക്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. അടുത്ത ചോദ്യം, സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? മാതൃഭൂമിയാണ്. സത്യം സമത്വം സ്വാതന്ത്ര്യം ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ജനുവരി 26, 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ജനുവരി 26, 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? BR അംബേദ്കർ. അടുത്തത്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാംകൃഷ്ണ ഗവായ് ആണ്. ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. അപ്പോൾ ഇപ്പോഴത്തെ ആരാണ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് കമൻറ്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഗതാഗതം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗതാഗതം. ബാക്കി മൂന്നും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തലൊക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? പശ്ചിമഘട്ടമാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. അടുത്തത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധസസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? 742. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ 742 ഔഷധസസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 742. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴാണ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? സഹകരണ ബാങ്ക്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? സഹകരണ ബാങ്ക്. അടുത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായ വി അബ്ദുറഹിമാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ. അടുത്തത്, മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം. അടുത്തത്, ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇനി മൗസ്യം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. മൗസ്യം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഈ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. കോട്ടയുടെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ബ്ലാക്ക് സോയിലാണ്. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. പരുത്തി കൃഷി കറുത്ത മണ്ണ്. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടലാണ്. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടൽ. ഥാർ മരുഭൂമിയിലൂടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരകൾ. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരകളാണ്. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ആരവല്ലി നിരകൾ. താഴെ പറയുന്നവർ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഉത്തര മഹാസമതലം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഉത്തര മഹാസമതലം. മലനാട് ഇടനാട് തീരപ്രദേശമൊക്കെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തര മഹാസമതലം. ഇനി കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. ഖാരിഫ് വിള നെല്ല്. ഇനി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദി പാമ്പാറാണ്. എത്ര നദിയുണ്ട്? 44 നദിയുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദിയുണ്ട്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, വേമ്പനാട്ടു കായൽ. താഴെ പറയുന്നത് സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. സഹ്യപർവ്വതം പശ്ചിമഘട്ടം. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം വിനോദ നികുതി. അടുത്തത് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. പാലക്കാട്, മണ്ണാർക്കാടാണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, പാലക്കാട്. അടുത്തത് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഹരിത കേരള മിഷൻ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് ഹരിത കേരള മിഷൻ പദ്ധതി. ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഏത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരള മിഷൻ്റെ കീഴിലുള്ളതാണ് ഇനി ഞാൻ ഒഴുകട്ടെ. 48 ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? സുഭിക്ഷ കേരളമാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? സുഭിക്ഷ കേരളം. അടുത്തത് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. അടുത്തത് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കൊല്ലമാണ്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം ലഭിച്ചത് കൊല്ലം. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തിയുടെ പേരെന്ത്? ഡയഫ്രം. അടുത്തത് ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. നെല്ല്, അക്ഷയ, മുളക്, ഉജ്ജ്വല, പയർ, പവിത്ര, തക്കാളി, ലോല. ഇതിലേതാണ് കറക്റ്റ്? മുളകിൻ്റെയാണ്. മുളകാണല്ലേ. ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെ മുളകാണ്. നെല്ല് ഏതാണ്? പവിത്ര, അന്നപൂർണ്ണയൊക്കെ നെല്ലാണ്. ഇനി തക്കാളി ഏതാണ്? അക്ഷയ അല്ലേ. തക്കാളി, അക്ഷയ. അപ്പം മുളകാണ് കറക്റ്റായിട്ട് ജോഡി കേട്ടോ. അടുത്തത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യരാണ് കാടുകളും നീരുറവുകളും ഭൂമിയുടെ ഫലപുഷ്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? മസുനോബു ഫുക്കുവോക്കയിലാണ്. മസുനോബു ഫുക്കുവോക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന വാക്കുകൾ ആരുടേതാണ്? മസുനോബു ഫുക്കുവോക്കയാണ്. ഇനി ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്ര? 20.9%. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണല്ലേ, 78%. അടുത്തത് താഴെ പറയുന്നതിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റമിൻ സി ആണ്. താഴെ പറയുന്നതിൽ ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല, മോണ എന്നിവയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റമിൻ സി. അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അടുത്തത് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൽ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ കല്ലേൽ പൊക്കുടൻ. അടുത്തത് ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണല്ലേ. ഒക്ടറ്റ് റൂളാണ്. ഏതൊരു ആറ്റത്തിൻ്റെയും
ബാഹ്യ ഓർബിറ്റ് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 8. തന്നിരിക്കുന്ന സംയുക്തങ്ങൾ അലുമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ക്രയോലൈറ്റ് ആണ്. അലുമിനിയത്തിൻ്റെ ധാതു ക്രയോലൈറ്റ്. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? 4.2 ജൂളാണ്. 1 കലോറി = 4.2 ജൂൾ. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രശ്നം പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? തറയിലൂടെ. പാമ്പ് ഇരപിടിക്കാൻ തറയിലൂടെയുള്ള ശബ്ദപ്രശ്നമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്തത് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. അടുത്തത് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? വീനസ് ഓർബിറ്റർ മിഷൻ. അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ്? ഹാൻകാങ് ആണല്ലേ, ഹാൻകാങ്. ബാക്കി എല്ലാവരും 2024 രസതന്ത്രം അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. ആരൊക്കെയാണ്? ജോൺ ചെമ്പറും ഡേവിഡ് ബക്കറും ഡെമിസ് ഹെസാബിസും. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. അടുത്തത് എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ്. എയ്ഡ്സ് രോഗം HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. 70 ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ഹീമോഫീലിയ. 71 പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ശ്വാസകോശ ക്യാൻസർ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG ആണല്ലേ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? BCG. ക്ഷയരോഗം BCG. ക്ഷയം BCG. ക്ഷയം. താഴെ പറയുന്നതിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയയാണ്. താഴെ പറയുന്നതിൽ വായുജന്യ രോഗം അല്ലാത്തത് മലേറിയ. ബാക്കിയൊക്കെ വായുജന്യ രോഗമാണ്. ഏതൊക്കെയാണ്? അഞ്ചാം കുഷ്ഠം, TB ഒക്കെ വായുജന്യ രോഗമാണ്. അടുത്തത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ A ആണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. അശ്വമേധം കുഷ്ഠം. അശ്വമേധം കുഷ്ഠം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈന. അടുത്തത് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തത് 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്ത്? തിരുവനന്തപുരം നോർത്ത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? MSC ക്ലോഡ് ഗിസാർഡറ്റ്. MSC ക്ലോഡ് ഗിസാർഡറ്റ് ആണ്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത്? MSC ക്ലോഡ് ഗിസാർഡറ്റ്. അടുത്തത് 20 ചോദ്യങ്ങൾ കണക്കിൽ നിന്നുള്ളതാണ്. ഉത്തരം പറയാം. 8.5 × 6.3 K ആണെങ്കിൽ Kയുടെ വില എത്രയാണ്? ഉത്തരം എന്താണ്? 53.55. അടുത്ത ചോദ്യം 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? 15. ഇനി √9 + 16 x ആണെങ്കിൽ എക്സിൻ്റെ വില എന്താണ്? 5. അടുത്തത് 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പം 1800 മീറ്റർ. ഈ 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 448 രൂപ. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? 1.01. ഒരു ടാങ്കിൽ 5ൽ 3 ഭാഗം വെള്ളമുണ്ട്.
80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 200 ലിറ്റർ. ഇനി റൂട്ട് ഓഫ് 1225 35 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.1225 എത്രയാണ്? 0.35 ആണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്ന് നേടിയത് 6, 50, 20, 24 റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? 25. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36 ഉസാഖ 3 ലസാഗു എത്രയാണ്? 12. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36 ഉസാഖ 3 ലസാഗു എത്രയാണ്? 12. അടുത്ത് നോക്കിയ ശ്രേണിയുടെ ചോദ്യമാണ്. 22, 27, 31, 34, 36. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 37 ആണ്. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നത് CJKV എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ രമ എന്നതിനുള്ള കോഡ് എന്താണ്? ഓപ്ഷൻ എ SFNB ആണ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? വൃത്തമാണ്. കൂട്ടത്തിൽപ്പെടാത്തത് വൃത്തം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? 24 വയസ്സ്. നോക്കി അടുത്തത് 18 - 4 × 8 / 2 എത്രയാണ്? 2. തന്നിരിക്കുന്ന സംഖ്യകൾ ഒറ്റയാൻ ആരാണ്? 21. ഇനി 62K എന്ന മൂന്നക്ക സംഖ്യ 3ൻ്റെ ഗുണിതമാണെങ്കിൽ Kയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 to 4 മാത്രം. 1 to 4 മാത്രം ശരി. അടുത്തത് വരിയായി അടുക്കി വച്ചിരിക്കുന്ന റോസ ചെട്ടികൾ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 32ാമത് ഇരിക്കുന്നു, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ അത് 17ാമത് ഇരിക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസ ചെടികളുണ്ട്? ഉത്തരം 48. താഴെ തന്നിരിക്കുന്ന പദങ്ങൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അടുക്കള, അടപ്പ്, ഗ്രാമം, വീട്, കലം. കലം, അടുപ്പ്, അടുക്കള, വീട്, ഗ്രാമം. ഇതാണ്. ഇനി 100ാമത്തെ ചോദ്യം. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു, അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു, അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? 2 കിലോമീറ്റർ വടക്കാണ്. 2 കിലോമീറ്റർ വടക്ക്. അപ്പം ഇതാണ് ഒരു ചോദ്യപേപ്പർ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യപേപ്പറുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.